ഹലോ എവരിവൺ, RVRSൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആ അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്ഡേറ്റ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഗ്ലോബൽ NCAP എന്ന് പറയുന്ന ഒരു സംഘടന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അവർ നടത്തിയൊരു ക്രാഷ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. അപ്പോൾ ആ ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള വാഹനങ്ങളെന്ന് പറയുന്നത് മാരുതി എക്സ്പ്രസോ ഉണ്ടായിരുന്നു, അതേപോലെ Hyundai ഗ്രാൻഡ് i10 നിയോസ്, കിയ സെൽറ്റോസ്, ഈ 3 വാഹനങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു അർബൻ SUV എന്ന ബ്രാൻഡിൽ വരുന്ന മാരുതി എക്സ്പ്രസോ ലഭിച്ച സ്കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 0 ആണ്. സിംപ്ലി 0 ആണ് മാരുതി എക്സ്പ്രസോയ്ക്ക് ലഭിച്ചത്. നമ്മൾ മാരുതി എക്സ്പ്രസോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ഒരു വർഷം പിന്നിടുമ്പോൾ 75,000 യൂണിറ്റുകൾ ഇതിനോടകം വിറ്റഴിഞ്ഞു കഴിഞ്ഞു. ആ ഒരു സമയത്താണ് ഇങ്ങനെ റിപ്പോർട്ട് വരുന്നത്. മാരുതി എക്സ്പ്രസോയ്ക്ക് ക്രാഷ് ടെസ്റ്റ് ലഭിച്ച റേറ്റിംഗ് എന്ന് പറയുന്നത് 0 ആണ്. ഇതിനുശേഷം മറ്റൊരു ഹാച്ച്ബാക്ക് ആയിരുന്നു ടെസ്റ്റ് എടുത്തത്, ഗ്രാൻഡ് i10 നിയോസ്. ഓവറോൾ റേറ്റിങ്ങിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റാർ റേറ്റിംഗ് ആണ് ഗ്രാൻഡ് i10 നിയോസിന് ലഭിച്ചത്. മൂന്നാമത്തെ വാഹനം ഒരു SUV ആയിരുന്നു, കിയ സെൽറ്റോസ്. കിയ സെൽറ്റോസിന് ലഭിച്ച ഓവറോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ഈ 3 വാഹനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ പുവറാണ് എന്നൊരു നിഗമനത്തിൽ നമുക്ക് റിപ്പോർട്ട് വായിക്കുമ്പോൾ എത്താൻ പറ്റും. ഇനി മാരുതി എക്സ്പ്രസോയെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ഉണ്ടായിട്ടുള്ളത്. അതിൽ ഗ്ലോബൽ NCAPയുടെ തന്നെ സെക്രട്ടറി ജനറലായിട്ടുള്ള അലജാൻഡ്രോ ബിറോസ് പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എല്ലാം റീഡിസൈൻ ചെയ്ത് വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസാണ് മഹീന്ദ്രയിൽ നിന്നും ടാറ്റയിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പകുതി പോലും, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ മാരുതി സുസുക്കി കഴിയുന്നില്ല. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ മേജർ ഷെയർ കൈയടക്കി വെച്ചിരിക്കുന്നത് മാരുതി സുസുക്കിയാണ്. എന്നിട്ട് പോലും ആ ഒരു ഇന്ത്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പോലും ഉള്ളൊരു കപ്പാസിറ്റി മാരുതി സുസുക്കി കാണിക്കുന്നില്ല എന്നാണ് ഈ ഒരു ക്രാഷ് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ഒരു യൂറോപ്യൻ ലെവൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനൊക്കെ ഒപ്പം എത്തുന്ന ലെവലിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞു. എന്നിട്ട് ആ ഒരു ലെവലിലേക്ക് എത്താൻ മാരുതി സുസുക്കി കൊണ്ട് കഴിയുന്നില്ല. അത് വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാരുതി സുസുക്കി അവരുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു ട്രസ്റ്റ് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് അവരുടെ വാഹനങ്ങളിൽ കാണിക്കേണ്ടതുണ്ട് എന്ന തരത്തിലായിരുന്നു സെക്രട്ടറി ജനറലിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി Hyundai ഗ്രാൻഡ് i10 നിയോസിൻ്റെയും കിയ സെൽറ്റോസിൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ഈ 3 ക്രാഷ് ടെസ്റ്റുകളുടെയും വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു. ഇതായിരുന്നു ആ ക്രാഷ് ടെസ്റ്റിൻ്റെ വീഡിയോ. 3 വാഹനങ്ങളുടെയും വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൽ മാരുതി എക്സ്പ്രസോയ്ക്കും Hyundai ഗ്രാൻഡ് i10 നിയോസ്, കിയ സെൽറ്റോസ് 3 വാഹനങ്ങളുടെയും ചൈൽഡ് സേഫ്റ്റി അല്ലെങ്കിൽ ചൈൽഡ് സീറ്റ് സേഫ്റ്റി വന്നിട്ട് ഓവറോൾ റേറ്റിംഗ് 2 ലഭിക്കുന്നുണ്ട്. ഇതിൽ മാരുതി എക്സ്പ്രസോയ്ക്ക് ഫ്രണ്ടിൽ സിംഗിൾ എയർ ബാഗ് ആയിരുന്നു, ഗ്രാൻഡ് i10 നിയോസിനും കിയ സെൽറ്റോസിനും ഫ്രണ്ടിൽ ഇൻഡിവിജ്വൽ എയർ ബാഗ്സ് ആയിരുന്നു. ഈ 3 വാഹനങ്ങളുടെയും ഫ്രണ്ട് ക്രാഷ് ടെസ്റ്റ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ പെഡസ്ട്രിയൻ സേഫ്റ്റി, അതേപോലെ സൈഡ് സേഫ്റ്റി, ഈ ഒരു കാര്യങ്ങളിലേക്കൊന്നും ഗ്ലോബൽ NCAP പോയിട്ടില്ല. ഈ ഒരു ഫ്രണ്ട് ക്രാഷ് ടെസ്റ്റിൽ നിന്നുള്ളൊരു ഓവറോൾ റിപ്പോർട്ടാണ് NCAP പുറത്തുവിട്ടിരുന്നത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു ടെസ്റ്റിന് ശേഷം മാരുതി എക്സ്പ്രസോയുടെ ഭാഗത്തു നിന്ന്, മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് ഉണ്ടായി. ഇന്ത്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് പുറത്തു വരുന്നതെന്ന് ഒഫീഷ്യലി ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി നടത്തുന്ന ടെസ്റ്റുകളിൽ പാസ്സായതിനു ശേഷമാണ് ഞങ്ങളുടെ വാഹനങ്ങൾ വിപണിയിലേക്ക് എത്തുന്നതും എന്ന തരത്തിലുള്ള റെസ്പോൺസ് എല്ലാം മാരുതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊരു ഇപ്പോൾ വന്ന റിപ്പോർട്ട് പ്രകാരം നേരത്തെയും മാരുതിയുടെ മോഡലുകളെ പറ്റി സേഫ്റ്റിയുടെ കാര്യത്തിൽ ചെറിയ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ പല ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ ഒരു തരത്തിലേക്ക് 0 റേറ്റിങ്ങിൻ്റെ തരത്തിലേക്കൊന്നും പോയി കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു 0 റേറ്റിങ്ങിലേക്ക് നിൽക്കുന്ന ഒരു വാഹനമാണ് എക്സ്പ്രസോ എന്നൊരു തരത്തിലേക്കൊരു സംസാരം വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ NCAPയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഒഫീഷ്യലി ഒരു ടെസ്റ്റ് നടത്തിയിട്ടോ ഒന്നുമല്ല. ഈ 3 വാഹനങ്ങളുടെയും ക്രാഷ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ത്യൻ വിപണി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഡെയിലി ഇറങ്ങുന്ന വാഹനങ്ങൾ 1000-ലധികമൊക്കെ വരുമായിരിക്കും. പക്ഷേ
നമ്മുടെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്നും കൂടി നോക്കണം. നമ്മൾ മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ, മൈലേജോ ഫീച്ചേഴ്സോ മാത്രം നോക്കി ഒരു വാഹനം എടുക്കുന്നതിന് പകരം സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, നമ്മളെ ലൈഫ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനങ്ങളുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്, അതൊരു ബഡ്ജറ്റ് കാർ ആയിക്കോട്ടെ, പ്രീമിയം കാർ ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് കൂടി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലേക്ക് ചില വാഹന നിയമങ്ങൾ ഇനി മാറേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇന്ത്യയിലെ ഒരു ടെസ്റ്റ് എല്ലാം പാസ്സായി പുറത്തുനിന്നൊരു വാഹനം പുറത്തൊരു ടെസ്റ്റ് നടത്തുമ്പോൾ 0 ലെവലിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ചില അപാകതകൾ ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള മറ്റു വാഹനങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ കൾച്ചർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു മാരുതി സുസുക്കി പോലെ ഒരു ബ്രാൻഡിൽ നിന്ന് ലഭിക്കുന്ന വാഹനത്തിൻ്റെ ഒരു റേറ്റിംഗ് 0 ആണ്. അത് മാരുതി സുസുക്കി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിലെ ഓവറോൾ വാഹനങ്ങളിലുള്ള ഒരു സേഫ്റ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു കർശനമായ നിയന്ത്രണം അല്ലെങ്കിൽ നിയമങ്ങൾ കൂടുതലായി കൊണ്ടുവരേണ്ടതുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് RVRS വീണ്ടും കാണാം. അതുവരേക്കും ബൈ.